ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സന്തോഷത്തോടെ നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. 1-2 മിനിറ്റുകൾ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അടുത്ത് വരുന്നു. തിരുവചനങ്ങളെ പഠിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വചനമുള്ളതിൻ വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവടിയെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വചനങ്ങൾ നിർബന്ധപൂർവമായി മനസ്സിൽ സംഗ്രഹിക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നേറുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ ചെയ്യണമേ. തിരുക്കരങ്ങളുടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പുതിയ നിയമത്തിലൂടെ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദൂതന്മാർ പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദൂതന്മാരെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് പലർക്കും ദൂതന്മാരുടെ കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാണാതെ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ആളുകളും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, നാം ഈ കാണുന്ന ദൃശ്യമായ ലോകം മാത്രമല്ല, ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 3 ഞാൻ വായിക്കുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ്. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ശൂന്യത്തിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം ഉളവാക്കി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, ദൃശ്യമായതും അദൃശ്യമായതും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൃശ്യമായതും അദൃശ്യമായതും നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ന്യൂയോർക്കിൽ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ന്യൂയോർക്ക് എന്ന് പറയുന്നൊരു പട്ടണമില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആകത്തില്ല. ഇസ്രയേലും ഹമാസുമായിട്ട് യുദ്ധം നടക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. സ്വർഗത്തിൽ മീഖായേലും അവന്റെ ദൂതന്മാരും സാത്താനോട് പടവെട്ടി അവനെ തോൽപ്പിച്ചു എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രയേലിൽ ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടുന്നത് പോലെ സ്വർഗത്തിലെ റിപ്പോർട്ട് നമുക്ക് കിട്ടുകയാണ്. സ്വർഗത്തിൽ മീഖായേലും ദൂതന്മാരും സാത്താനോട് പടവെട്ടി അവനെ തോൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. അപ്പോൾ റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 7. അപ്പോൾ നമ്മൾ നോക്കുക, സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കേട്ടിട്ട് തിരുവെഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് വിശ്വസിക്കുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ.
കണ്ടില്ലെങ്കിലും പലതും നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർമാർ പറയുന്നു. നമ്മളത് വിശ്വസിക്കുന്നു. നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ നിമിഷവും രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതങ്ങ് വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്നത് കൊണ്ടല്ല, ഇങ്ങനെ കാണാതെ പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ അവരെ വിശ്വസിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. കുഞ്ഞ് ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കുഞ്ഞുണ്ടാകുമെന്നറിയാം, കുഞ്ഞിനെ കാണാതെ സ്നേഹിക്കുന്നു. എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷമാണ് മാതാപിതാക്കളെ കാണുന്നത്, സ്നേഹിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ കാണാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇലക്ട്രിസിറ്റി കാണാൻ പറ്റത്തില്ല. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഇൻസുലേഷൻ ഇല്ലാത്ത വയറിൽ കയറി പിടിക്കുമ്പോഴേ വിവരം അറിയുള്ളൂ, ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടിട്ടേ വിശ്വസിക്കൂ എന്ന നിർബന്ധം ഒരിക്കലും നമുക്ക് നല്ലതല്ല. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്നാൽ, ആത്മീയ കണ്ണുകൾ തുറന്നാൽ നമുക്ക് ചുറ്റുമുള്ള ദൂതന്മാരെ ദർശിക്കുവാൻ നമുക്ക് കഴിയും. ദൂതന്മാരുടെ ദിവ്യ ദർശനം ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകണം. നമ്മുടെ ഓരോ ക്ലാസ്സും അതിന് മുഖാന്തരമായി തീരണം. ദൈവദൂതന്മാരുടെ സാന്നിധ്യം നമ്മൾ അനുദിനവും അനുഭവിച്ചറിയണം. നേരിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൂതന്മാരുടെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കണം. എത്രയോ അപകടങ്ങൾ ഉണ്ടാകാമാകുന്ന സാഹചര്യത്തിൽ നിങ്ങളെ വിടുവിച്ചത് ദൈവത്തിന്റെ ദൂതന്റെ കരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. പലപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ദൂതന്മാരുടെ കരമാണെന്ന് നാം മനസ്സിലാക്കണം. ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി ദൂതന്മാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. സാമൂഹികമായി ദൂതന്മാർ പ്രവർത്തിക്കുന്നു. ഒറ്റ ദൂതൻ വന്നിട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ സംഹരിച്ച് ഇസ്രായേലിന് വിടുതൽ നൽകി. 4 കുഷ്ഠരോഗികൾ അരാം പാളയത്തിലേക്ക് നടന്നു പോയപ്പോൾ അവരും മാർച്ച് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് പാളയം ഭയപ്പെട്ട ഒരു പാച്ചിൽ തുടങ്ങി. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അവര് കേട്ടത് ലക്ഷക്കണക്കിനുള്ള കുതിരകളും രഥങ്ങളും വരുന്ന ശബ്ദമാണ് അരാം പാളയത്തിൽ കേട്ടത്. അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർമാര് ആ ശബ്ദം അപഗ്രഥിച്ചിട്ട് അവര് പറഞ്ഞത്, അടുത്തൊക്കെയുള്ള രാജാക്കന്മാരെ അവര് കൂലിക്ക് വിളിച്ചു, സൈന്യം മറ്റു സൈന്യങ്ങളെ കൂടെ കൂലിക്ക് വിളിച്ചിട്ട് അവരെല്ലാം കൂടെ നമുക്കെതിരായിട്ട് യുദ്ധത്തിന് വരുന്നു, അതുകൊണ്ട് ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകാമെന്ന് പറഞ്ഞ് അവർ അരാംപാളയം വിട്ട് ഓടിപ്പോയി. അങ്ങനെ ദൈവമക്കൾക്ക് വലിയ വിജയം കണ്ടെത്തുവാനിടയായി, അത്ഭുതങ്ങൾ അവിടെ നടക്കുവാനിടയായി. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ നിയമത്തിലൂടെയാണ്. പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ ദൂതന്മാരെ കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നതെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, പുതിയ നിയമത്തിൽ ആണ് ദൂതന്മാരെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ 108 സ്ഥലങ്ങളിൽ ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ 165 ഇടങ്ങളിൽ ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ചോ മോശയെ കുറിച്ചോ ദാവീദിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ വളരെ മടങ്ങ് ദൂതന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 165 പ്രാവശ്യം ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാർ ഏത് നിലകളിലൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം.
ആ ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ അതൊരു മുഖാന്തരമായി തീരും. അങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. കഴിവതും വചനങ്ങൾ എടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കണം. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം അയച്ച ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനോളം വലിയവനായിട്ട് ആരുമില്ല എന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി. ആ യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കൾ സെക്കറിയാവും എലിസബത്തും. അവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരുവരും നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മാതൃകാ കുടുംബമായിരുന്നു എലിസബത്തിന്റെയും സെക്കറിയാവിന്റെയും കുടുംബം. അങ്ങനെ വളരെ മാതൃകാപരമായി ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ വളരെ നാളുകൾ പ്രാർത്ഥിച്ചു ഒരു പൈതലിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിക്കുവാനിടയായി. സെക്കറിയാവ് ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷമായി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാമെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ നല്ലത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. അടുത്ത വാക്യം. സെഖരിയാവ് അവനെ കണ്ടു ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖരിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേരിടണം. നോക്കുക, സെക്കറിയാവിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ച് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, സെക്കറിയാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അതിന് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഇനി അടുത്തത്, കുഞ്ഞിന്റെ പേര് വരെ ദൂതനാണ് നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ ദൂതന്മാരുടെ ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവര് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്കറിയാം. പിടിപ്പിക്കുവാൻ വേണ്ടി വരുന്ന ദൂതന്മാര്, സൗഖ്യമാക്കുന്ന ദൂതന്മാര്, ശക്തീകരിക്കുന്ന ദൂതന്മാര്, ഭക്ഷണം കൊടുക്കുന്ന ദൂതന്മാര് ഒക്കെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇവിടെ കുഞ്ഞിന്റെ പേര് വരെ ദൂതനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പേരിടണമെന്ന്, യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കറിയാവ് പറഞ്ഞു, ഞങ്ങള് പ്രായം ചെന്നവരാണ്, ഞങ്ങൾക്ക് ഇനി കുഞ്ഞുണ്ടാകുമോ? അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ ദൂതൻ പറഞ്ഞു, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വിശ്വസിക്കാൻ നിനക്ക് കഴിയാതെ പോയത് കൊണ്ട് കുഞ്ഞുണ്ടാകുന്നത് വരെ നീ സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശിക്ഷയും കൂടെ കിട്ടി. എന്നാൽ ഈ എലിസബത്ത് കുഞ്ഞ് വയറ്റിൽ ജനിച്ചു 6 മാസമായപ്പോൾ അതേ ദൂതൻ നസ്രത്തിൽ യേശുവിന്റെ അമ്മ മറിയയുടെ അടുത്തെത്തി. ആ ദൂതൻ പറയുന്നുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. യേശുവിന്റെ അമ്മയുടെ അടുത്ത് അതേ ദൂതൻ തന്നെ ചെന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. Luke chapter 1 verse 26. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു.
ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി മതി. ഇപ്പോൾ നോക്കുക, അതേ ദൂതനെ തന്നെ ദൈവം നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് അയച്ചു, ഗ്രാമത്തിലേക്ക് അയച്ചു. അവിടെ യേശുവിന്റെ അമ്മ മറിയയുടെ അടുത്ത് ചെന്നിട്ട് വന്ദനം പറഞ്ഞു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെടിലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന ആ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന് യേശു എന്ന് പേരിടണമെന്ന് അവിടെയും ദൂതനാണ് പേരിടുന്നത്. സാധാരണ അവരുടെ രീതി അനുസരിച്ച് അപ്പന്മാരാണ് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചപ്പോൾ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുപലക കൊണ്ടുവരാൻ പറഞ്ഞു. പലകയിൽ എഴുതി കാണിച്ചു. യോഹന്നാന്റെ പേരെഴുതി കാണിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ പേരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ദൂതൻ അരുളി ചെയ്ത പേരാണെന്ന് പറഞ്ഞ അദ്ദേഹം സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ അത്ഭുതം നടന്നു. മറിയം യേശുവിനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ നസറേത്തിൽ നിന്നും എലിസബത്തിനെ കാണാൻ വേണ്ടി പോയി. ചെന്ന് കണ്ട വന്ദനം പറഞ്ഞപ്പോൾ മറിയയുടെ വന്ദനസ്വരം എലിസബത്തിന്റെ കാതുകളിൽ കേട്ടപ്പോൾ തന്നെ പിള്ള അവളുടെ ഉള്ളിൽ തുള്ളി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറയപ്പെടുമെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് ആത്മാവിനാൽ നിറയപ്പെടുവാനിടയായി തീർന്നു. ഇനി നോക്കുക, യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ അറിയിച്ചു കഴിഞ്ഞ് ജോസഫിന്റെ അടുത്ത് പോയി പ്രത്യക്ഷപ്പെടുകയാണ്. അടുത്തതായിട്ട് ജോസഫിനോട് പോയി സംസാരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 21. അവൾ ഒരു മകനെ പ്രസവിക്കും, അതല്ലേ? അതെ അതെ, 20 കൂടി ചേർത്ത് വായിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇവിടെയും ഇതാ യേശുവിന്റെ പേര് നിർദ്ദേശിക്കുന്നത് ദൂതനാണ്. ഗബ്രിയേൽ മാലാഖയാണ് യേശു എന്ന് പേരിടണമെന്ന് യോസഫിനോട് പറയുന്നത്. ദൂതന്റെ ഇടപെടൽ അവിടെയും നമുക്ക് കാണാം. ഇനിയും യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ലോകത്തിൽ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത് ദൂതന്മാരാണ്. ദൂതന്മാരാണ് ഈ വാർത്ത ലോകത്തെ അറിയിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുകയാണ്, കാരണം പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
അടുത്ത വാചകം കൂടെ. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ടു. മതി, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ എന്നുള്ള വാക്ക് നമുക്ക് കിട്ടിയത് ദൂതന്മാരിൽ നിന്നാണ്. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ പാടിയാണ് ദൂതന്മാര് ദൈവത്തെ സ്തുതിച്ചത്. ഹാലേലു യാഹ്, യാഹ്വയ്ക്ക് സ്തുതി, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഹല്ലേലൂയ പാട്ട് ആദ്യമായിട്ട് പാടിയത് ദൂതന്മാരാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഇടയന്മാരെ ദൂതന്മാരെ അറിയിച്ചു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ഈ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ചത്. അതിനുശേഷം വീണ്ടും ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കേണ്ട. ഇനി വാക്യങ്ങൾ അധികം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം ജോസഫിനോട് പറഞ്ഞു, നീ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. ഹെരോദാവ് ശിശുവിനെ കൊല്ലുവാൻ ഭാവിക്കുന്നു, അതുകൊണ്ട് കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അതും ദൂതനാണ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈജിപ്തിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായിട്ട് യോസഫിനോട് പറഞ്ഞു, ശിശുവിനെ കൊല്ലുവാൻ ഭാവിച്ച രാജാവ് മരിച്ചുപോയി, അതുകൊണ്ട് നീ ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോയി നാസറയൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനമുണ്ടായിരുന്നത് കൊണ്ട് നാസറത്തിൽ പോയി പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആദിയോടന്തം ദൂതന്മാരുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റും. യേശു 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷം പരീക്ഷകൻ അടുത്തു വന്നു, യേശുവിനെ പരീക്ഷിച്ചു, താഴോട്ട് ചാടാൻ പറഞ്ഞു, പലതും പറഞ്ഞു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെ സാത്താൻ അവനെ വിട്ടുപോയി. ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. യേശുവിന്റെ അടുത്ത് വന്നു. യേശുവിന്റെ കൂടെ സദാസമയം ദൈവത്തിന്റെ ദൂതന്മാർ 4 പാടുമുണ്ടായിരുന്നു. യേശുവിനോടൊപ്പം എപ്പോഴും ദൂതന്മാർ ഉണ്ടായിരുന്നു. യേശു ലോകത്തിൽ ജീവിച്ചപ്പോൾ താൻ കടന്നുപോയ എല്ലായിടത്തും ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒരിക്കൽ പടകിൽ കയറി യാത്ര ചെയ്ത് പടക് മുങ്ങുമാറായി, കാറ്റും കോളും ഇളകി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പല നിലകളിൽ യേശുവിനെ കൊല്ലുവാൻ ഭാവിച്ചു. അവിടെയെല്ലാം യേശുവിനെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടായിരുന്നു. അങ്ങനെ ദൈവദൂതന്മാരുടെ സംരക്ഷണം ദൈവം നിശ്ചയിച്ച സമയം വരെയും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഭൂമിയിലെ ചില ദുഷ്ടശക്തികളെ അമർച്ച ചെയ്യുവാൻ, അതിനെതിരായിട്ട് യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ച കാര്യം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെ യേശുക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നത് വരെയും ദൂതന്മാരുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തില് യേശുവിനെ പ്രാണവേദനയിലായപ്പോൾ അവനെ ശക്തീകരിക്കുവാനായിട്ടൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ യേശുവിനെ ശക്തീകരിക്കുവാൻ
ദൂതന്മാരുണ്ടായിരുന്നു. ഇനി നമുക്കറിയാം, പത്രോസിന്റെ കാര്യത്തില് യേശുവിനെ ഗത്സമന തോട്ടത്തിൽ പിടിക്കുവാൻ വരുമ്പോൾ പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസന്റെ കാത് അറുത്ത് കളഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക. ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചാൽ 12 ലെഗിയോനിലും അധികം ദൂതന്മാരെ ഇപ്പോൾ ഇവിടെ അയക്കാൻ കഴിയും. അതിന്റെ കാരണം ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ 12 സ്ഥലങ്ങളിലായിട്ട് 6000 പട്ടാളക്കാരെ വീതം, ഒരു ലെഗിയോൻ 6000, അങ്ങനെ 6000 പട്ടാളക്കാരെ വീതം 72,000 പട്ടാളക്കാരെ കാവലിന് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ദൂതന്മാരെ അയക്കുവാൻ ദൈവത്തിന് കഴിയും. അതുപോലെ എണ്ണിക്കൂടാതെ വണ്ണമുള്ള ദൂതന്മാർ ദൈവസന്നിധിയിലുണ്ട്. അവര് വന്നാൽ വിടുവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിനുവേണ്ടിയല്ല, ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്നാണ് പത്രോസിനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. പത്രോസിന്റെ ജീവിതത്തിൽ അത് പിന്നീട് മനസ്സിലായി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രോസിനെ തടവിലാക്കി. പത്രോസ് തടവിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തടവിൽ വന്ന് പത്രോസിനെ ഇറക്കിക്കൊണ്ടുപോയി. 2ാം പ്രാവശ്യം പത്രോസ് തടവിൽ കിടക്കുമ്പോൾ ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് അരകെട്ടി ചെരുപ്പിട്ട് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് അവര് പുറത്തുപോയി. പത്രോസിന് പരിചയമുള്ള സ്ട്രീറ്റിലെത്തിയപ്പോൾ ദൂതൻ അവനെ വിട്ടുപോയി. അങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാർക്ക് വിടിയിക്കാൻ കഴിയുമെന്നുള്ളത് പിന്നീട് പത്രോസിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതാണ് ഞാൻ ഓർപ്പിച്ചത്. യേശുക്രിസ്തു ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 51. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇത് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, നഥനയേലിനോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ദൂതന്മാരെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് എപ്പോഴും കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ ദൂതന്മാർക്ക് കഴിയും. അവരെപ്പോഴും കയറുകയും ഇറങ്ങുകയും ചെയ്യും. ദൈവസന്നിധിയിലാണ് ദൂതന്മാർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന്റെ അടുത്തല്ല. സ്വർഗത്തിൽ ദൂതന്മാര് സദാ നിൽക്കുകയാണ്. അവർ ദൈവമുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. കാരണം ദൈവമുഖത്തേക്ക് നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ സ്വർഗത്തിലാണ് നിൽക്കുന്നത്. സ്വർഗത്തിൽ അവർക്ക് പോകാൻ കഴിയുന്നില്ല. ദൈവസിംഹാസനത്തോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക. എന്ത് ഓർഡർ കിട്ടിയാലും ആ നിമിഷത്തിൽ ദൂതന്മാര് അവിടെ ചെല്ലും. ഭൂമിയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന നമ്മുടെ അടുത്തോട്ടാണ് ചെല്ലേണ്ടതെങ്കിൽ ഓർഡർ കിട്ടിയാൽ ആ നിമിഷത്തിൽ തന്നെ ദൂതന്മാർ ഹോസ്റ്റലിൽ എത്തിക്കഴിയും. കേരളത്തിലാണ് ചെല്ലേണ്ടതെങ്കിൽ കേരളത്തിൽ എത്തിക്കഴിയും. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ദൂതന്മാർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ എളിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കുവീൻ, അവരുടെ ദൂതൻ കർത്താവിന്റെ മുഖം സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൂതന്മാർ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖം സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ കിട്ടാൻ അവർ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഒരു ദൈവവൈതലാണ്, എന്നെ എപ്പോഴും ദൂതന്മാര് നോക്കിക്കോളും എന്ന് പറഞ്ഞ്
ഓടിച്ചാടി നടന്നാൽ, ഇഷ്ടം പോലെ വണ്ടി ഓടിച്ചാൽ, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് പോയാൽ, ദൂതന്മാരുണ്ട് കാത്തോളൂ എന്നും പറഞ്ഞ് പോയാൽ നടക്കത്തില്ല. സ്വർഗത്തിൽ നിന്ന് ഓർഡർ കിട്ടിയെങ്കിലേ ദൂതന്മാർക്ക് വരാൻ പറ്റത്തുള്ളൂ. ഓർഡർ കിട്ടണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ അതുപോലെ നിൽക്കണം, ദൈവത്തോട് യാചിക്കണം. കർത്താവേ, ദൂതന്മാരെ അയക്കണമേ, എനിക്ക് കാവലിന് വേണ്ടി എന്നെ പരിപാലിക്കുവാൻ സഹായിക്കുവാൻ ദൂതനെ അയക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ഓർഡർ കൊടുക്കും. ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരും. സുവാർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു. അവർക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. യഹൂദ ബാലന്മാരെ തീച്ചൂളയിലിട്ടപ്പോൾ ആ തീച്ചൂളയിലിടുന്ന സമയം വരെയും അവർക്ക് ഓർഡർ കിട്ടിയില്ല. അവർ നോക്കി നിൽക്കുക, ഓർഡർ കിട്ടുന്ന ഉടനെ പോകാൻ. ലാസ്റ്റ് മൊമെന്റില് ഓർഡർ കിട്ടി. ആ നിമിഷത്തിൽ ദൂതന്മാർ നിമിഷങ്ങൾക്കുള്ളിൽ, ഒരു നിമിഷമാകുന്നതിന് മുമ്പേ അവിടെ എത്തി. ഒരു ചിറക് വീശതേ ഉള്ളൂ, തീ 4 പാടേക്കും പടർന്നു. കൊണ്ടുവന്നവരെ അഗ്നിജാല ദഹിപ്പിച്ചു. പക്ഷേ അവർക്ക് തീയുടെ മണം പോലും ഏശിയില്ല എന്ന് വായിക്കുന്നു. അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ദാനിയേലിനെ സിംഹക്കൂട്ടിലിടുന്നതിന് മുമ്പേ ദൂതൻ തയ്യാറായി നിൽക്കുകയാണ് സിംഹക്കൂട്ടിലേക്ക് പോകാൻ. അതിനെക്കുറിച്ച് പല ദൈവദാസന്മാരും അഭിപ്രായപ്പെടുന്നത്, ദാനിയേലിനെ ഇടുന്നതിന് മുമ്പ് തന്നെ ദൂതൻ സിംഹക്കൂട്ടിൽ വന്നു, സിംഹങ്ങൾക്കൊരു ക്ലാസ് എടുത്തു. നിങ്ങൾ വിശന്ന് കിടക്കുകയാണ്, 7 ദിവസം സിംഹത്തിന് തീറ്റി കൊടുക്കാതിരുന്നിട്ടാണ് ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ടത്. പക്ഷേ 21 ദിവസമൊക്കെ ഉപവാസം എടുക്കുന്ന എല്ലും തൊലിയുമായ പാവം മനുഷ്യനെ കിട്ടിയാൽ നിങ്ങൾക്ക് തിന്നാനൊന്നും കിട്ടത്തില്ല. എന്നാൽ നിങ്ങൾ അല്പം കൂടെ ക്ഷമിച്ചാൽ ഇത് കഴിയുമ്പോൾ നല്ല മാംസപുഷ്ടിയുള്ള, നല്ല മോട്ട തകടായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇട്ടു തരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വരുന്ന ദൈവദാസനെ ഒന്നും ചെയ്യരുത്. സിംഹങ്ങൾക്ക് നല്ലൊരു ക്ലാസ് എടുത്തു. സിംഹത്തിന്റെ വാ ലോക്ക് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. സിംഹം എന്നെ തൊടാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു എന്ന് ദാനിയേൽ പറയുന്നു. നോക്കുക, ആ രീതിയിൽ വിടുവിക്കുവാൻ വേണ്ടി ദൂതന്മാർ തയ്യാറാണ്, എപ്പോഴും തയ്യാറാണ്. പക്ഷെ ദൈവത്തിന്റെ ഓർഡർ കിട്ടണം. ദൈവം പറയുന്നത് അനുസരിച്ചാണ് വരുന്നത്. സ്വർഗത്തിലെ ആജ്ഞ അനുസരിച്ചാണ് ദൂതന്മാർ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ശുശ്രൂഷക്കാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. 103-ാം സങ്കീർത്തനം 20-ാം വാക്യം. അപ്പോൾ ദൈവത്തിന്റെ സ്വർഗത്തിലെ ഓഫീസിൽ നിന്നുള്ള ആജ്ഞ അനുസരിച്ച് മാത്രമേ ദൂതന്മാർ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധരായി വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഓർഡർ കൊടുക്കും. ദൂതന്മാർ കടന്നു വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുകയാണ്. ഇനി യേശുക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഒരു വലിയ കല്ല് അവിടെ ഉരുട്ടി വെച്ചിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാമത്തെ വാക്യം. മാത്യൂസ് ചാപ്റ്റർ 28 വേഴ്സ് 2. വായിക്കാമോ? വായിക്കാം പക്ഷെ ഞാനൊന്ന് എടുത്തോട്ടെ. ഓക്കെ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ വായിക്കട്ടെ? വായിച്ചോ. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ മതി. നോക്കുക, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. കാവൽക്കാർ ഭയപരവശരായി, എല്ലാവരും ഭ്രമിച്ചു പോയി. ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി
അതിന്മേൽ ഇരുന്നിരുന്നു. എന്നാൽ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും യേശുവിന്റെ അമ്മ മറിയയും യേശുവിന്റെ അമ്മയുടെ അനിയത്തിയുമൊക്കെ കല്ലറയ്ക്കൽ ചെന്നു. ദൂതൻ അവരോട് സംസാരിക്കുകയാണ്. കരയണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നു, എന്നാൽ അവൻ ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ആദ്യമായിട്ട് സഹോദരിമാരെ സുവിശേഷ വേലയിൽ പറഞ്ഞു ഭരമേൽപ്പിക്കുകയാണ്, നിങ്ങൾ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയണം യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. അവരെയാണ് ഏൽപ്പിച്ചു വിടുന്നത്. അതും ദൂതന്മാരാണ് ചെയ്തത്. നിങ്ങൾ പോയി പറയണമെന്ന് പറഞ്ഞ് അവരെ വിടുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണത്തിലും ദൂതന്മാര് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ യേശുക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങൾ അവസാനത്തിങ്കൽ ദൂതന്മാരാണ് ഇനിയും നമുക്ക് വേണ്ടി വരാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. ഇത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 31. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇനി അന്ത്യകാഹളനാദത്തിങ്കൽ ദൈവം തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ ദൈവത്തിന്റെ വൃതന്മാരെ ആകാശത്തിന്റെ ഒരറുതി മുതൽ മറ്റേ അറുതി വരെയും ഒന്നിച്ചു കൂട്ടും. അവസാനത്തിങ്കൽ നമ്മെ ഒന്നിച്ചു കൂട്ടുവാൻ, ദൈവമക്കളെ ഒന്നിച്ചു കൂട്ടുവാനും ദൂതന്മാരെയാണ് ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യേശുക്രിസ്തു കടന്നു വരുന്നതോ, രണ്ടാമത് വരുന്നത് ദൂതന്മാരുമായിട്ടാണ്. 1 തെസ്സലോനിക്കർ 4:16 നമുക്കറിയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 1-2 വാക്യങ്ങൾ കൂടെ നിങ്ങൾ വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെ കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ആരെങ്കിലും എന്നെ കുറിച്ച് നാണിച്ചാൽ യേശുക്രിസ്തു വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന സമയത്ത് അവനെ കുറിച്ച് നാണിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ നാണിക്കാതിരിപ്പാൻ നമ്മൾ ദൈവത്തെക്കുറിച്ച് നാണിക്കാതെ സാക്ഷ്യം പ്രസ്താവിക്കുന്നവർ ആയിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം കൂടെ വായിച്ചു നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാമത്തെ വാക്യം. അവർ പുത്രന്മാരാകയാൽ ദൈവദൂതരും ദൈവപുത്രന്മാരുമാകുന്നു. ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമക്കൾ അവർ പുനരുത്ഥാന പുത്രന്മാരായതുകൊണ്ട് ദൈവപുത്രന്മാരും ദൈവദൂത തുല്യരും ആയിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മരിച്ച് മൺമറയപ്പെട്ടാലും അവർ പുനരുത്ഥാനത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. നമ്മൾ ദൂതന്മാരോട് ഒപ്പമായിരിക്കും. ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 39-ാമത്തെ വാക്യം, ധാരാളം വാക്യങ്ങളുണ്ട്. യൂദായുടെ ലേഖനം
18 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, ആദാം മുതൽ 7-മനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അഭക്തിയോടെ അവർ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം സകല പാപികളെയും ന്യായം വിധിക്കുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു. അങ്ങനെ വിശുദ്ധ ദൂതന്മാരുമായി ദൈവം വരുമ്പോൾ അവരുടെ മുമ്പിൽ നാണിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് നാണിക്കാതെ സംസാരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് നാണിക്കാതെ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ, സംസാരിക്കുവാൻ ദൈവം കൃപ തരട്ടെ. സുവിശേഷ വേലയിൽ ശുഷ്കാന്തിയുള്ളവരായി ധൈര്യത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ, ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പ്രസ്താവിക്കുവാൻ ദൈവം നമുക്ക് ധൈര്യവും കൃപയും നൽകട്ടെ. അതിന് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവദാസന്മാരെ സഹായിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ ചുറ്റിലും അയക്കും. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ പിടിപ്പിക്കും. ദൂതന്മാരുടെ കാവലിൽ നിരന്തരമായിരിക്കാൻ, സന്തോഷത്തോടെ സുവിശേഷത്തിന് വേണ്ടി നിലനിൽപ്പാൻ, പ്രവർത്തിപ്പാൻ, നാണം കൂടാതെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചകളിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ദൂതന്മാർ ചെയ്യുന്ന ഹെൽപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ദൈവമായ കർത്താവെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.